ഹലോ വെൽക്കം ടു വിങ്സ് ടു ലവ്. ഈ വീഡിയോയിൽ MEG14 ഹരിഭജൻ സിംഗിൻ്റെ ട്രീ ആൻഡ് ദ സേജ് എന്ന് പറഞ്ഞിട്ടുള്ള പോയമാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് പോയറ്റിനെ കുറിച്ച് ഡീൽ ചെയ്യാം. അദ്ദേഹം ഒരു പഞ്ചാബി പോയറ്റാണ്, ക്രിട്ടിക്കാണ്, അതേപോലെ ടീച്ചറാണ് കേട്ടോ. അദ്ദേഹം ആസാമിലാണ് ജനിച്ചത്. ആൻഡ് ഹി ഹാഡ് ഹിസ് എഡ്യൂക്കേഷൻ അറ്റ് ലാഹോർ ആൻഡ് ലൈറ്റർ അറ്റ് ഡൽഹി. അദ്ദേഹം MA ഹിന്ദിയും അതേപോലെ MA ഇംഗ്ലീഷൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതേപോലെ PhD കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ. ആൻഡ് അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് ടീച്ചറായി, ഒരു സ്കൂൾ ടീച്ചറായിട്ടുള്ള രീതിയിലായിരുന്നു. ദെൻ ഹി ബിക്കം എ കോളേജ് ടീച്ചർ ഇൻ ഹിന്ദി ആൻഡ് ലാറ്റർ സ്വിച്ച് ഓവർ ടു പഞ്ചാബി ഇൻ 1968, ബിക്കമിങ് പ്രൊഫസർ ഓഫ് പഞ്ചാബി ഇൻ ദ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. സോ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ജേർണി എന്ന് പറയുന്നത്. ആൻഡ് ഹി റിട്ടയർഡ് ആസ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പഞ്ചാബി ഇൻ 1984. കൂടാതെ അദ്ദേഹം ഒരു സിഗ്നിഫിക്കൻറ്റ് ലിറ്റററി ക്രിട്ടിക് ആൻഡ് ട്രാൻസ്ലേറ്റർ കൂടിയായിരുന്നു കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഈ ഒരു പോയറ്റിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രഡക്ഷൻ്റെ രീതിയിലാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് പോയത്തിലോട്ട് മൂവ് ചെയ്യാം. ഐ ആം എ ട്രീ വാക്കിംഗ് അബൌട്ട് വിത്തിൻ മൈ ഹൗസ്. സോ ഞാനൊരു ട്രീ ആണ് അല്ലേ, വാക്കിംഗ് അബൌട്ട് വിത്തിൻ മൈ ഹൗസ്. എൻ്റെ വീടിനുള്ളിൽ ചുറ്റി നടക്കുന്ന ഒരു ട്രീ ആണ് ഞാൻ. ഐ സ്ലീപ്പ് ആൻഡ് അവേക്കൺ ടു. ഞാൻ എന്താണ്, ഉറങ്ങുകയും അതുപോലെ തന്നെ ഉണരുകയും ചെയ്യുന്നുണ്ട്. ഐ ഫീൽ മൈ ഓൺ ഫ്രാഗ്രൻസ് ആസ് വെൽ ഫ്രൂട്ട്സ് ആൾസോ ഹാവ് ഐ ബോൺ. എനിക്ക് എന്താണ്, എൻ്റെ സ്വന്തം സുഗന്ധം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പഴങ്ങളും ഞാൻ എന്താണ്, ഐ ബോൺ, ഞാൻ എന്താണ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. So oblivious of their names am I, illusion has it always been, that it is a very precious fruit and the illusion is not yet shattered. അതുപോലെ തന്നെ പഴങ്ങളും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, അവരുടെ പേരുകൾ തന്നെ എന്താണ്, ഒബ്ലിവിയസ് ആണ്, അത് അണവെയർ ആണ് അല്ലേ. ആൻഡ് ഞാനൊരു ഇല്യൂഷനാണ് അല്ലേ, ഇവിടെ പറയാം ഇല്യൂഷൻ ഹാസ് ഇറ്റ് ഓൾവേസ് ബീൻ. ഞാനൊരു ഇല്യൂഷനാണ്, അത് വളരെ വിലയേറിയിട്ടുള്ള, ദാറ്റ് ഇറ്റ് ഈസ് എ വെരി പ്രീഷ്യസ് ഫ്രൂട്ട്, അത് വളരെ വിലയേറിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ആൻഡ് ദ ഇല്യൂഷൻ ഈസ് നോട്ട് യെറ്റ് ഷാറ്റേഡ്. അതുപോലെ തന്നെ ഈ ഒരു ഇല്യൂഷൻ എന്ന് പറയുന്നത് ഇതുവരെ ഷാറ്റേഡ് അല്ല, തകർന്നിട്ടില്ല എന്നാണ് കേട്ടോ പറയുന്നത്. ഈ ഒരു പോയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പോയറ്റ് പറയുന്നുണ്ട്, ഇവിടെ ട്രീ ആണ് സംസാരിക്കുന്നത് അല്ലേ. സോ ദ പോയറ്റ് ഹാസ് ക്രിയേറ്റഡ് ദ സിമ്പിൾ ഓഫ് ട്രീ ഫോർ ഹിസ് ഓൺ സെൽഫ്. സോ അദ്ദേഹത്തെ തന്നെയാണ് ഇവിടെ ട്രീയിലൂടെ റെപ്രസെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ദിസ് ട്രീ ഈസ് വാക്കിംഗ് വിത്തിൻ ഹിസ് ഹൗസ്. സോ ഈ ഒരു ട്രീ എന്ന് പറയുന്നത് വീടിൻ്റെ ഉള്ളിലാണ് നടക്കുന്നത്. ഹി ഫീൽസ് ഹിസ് സ്മെൽ. അതിനെന്താണ്, അതിൻ്റെ സ്മെല്ല് എന്താണ്, ഫീൽ ചെയ്യുന്നുണ്ട്. ഹി ഹാസ് ഇല്യൂഷൻസ്. ഹി നരേറ്റ് ഹിസ് എക്സ്പീരിയൻസസ് ഓഫ് ദ വേൾഡ്. സോ ഈ ഒരു ട്രീ എന്താണ്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഈ ഒരു വേൾഡിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെ നരേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഈ ഒരു ലൈൻസിൽ പോയിറ്റിനെ തന്നെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ടീഷൻ, അദ്ദേഹം എന്താണ്, വീട്ടിലൂടെയാണ്, ഇവിടെ ട്രീ എന്ന് പറയുന്ന ട്രീ വാക്കിംഗ് വിത്തിൻ ഹിസ് ഹൗസ് അല്ലേ. അതേപോലെ ആ ഒരു ട്രീക്ക് സ്വന്തം സ്മെല്ല് എന്താണ്, ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. ആൻഡ് ഹി ഹാസ് ഇല്യൂഷൻസ് ഉണ്ട്. ആൻഡ് ഈ ഒരു വേൾഡ് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസിനെ അത് നരേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ. സോ ഇതാണ് ഇവിടെ പറയുന്നത്. ലൈക്ക് ദ ട്രീ ഹാവ് ഐ സ്ട്രേഡ് ഔട്ട്ഡോർസ് 2 years, ദ പീപ്പിൾ ഹാവ് ഫ്രീലി ഷെൽട്ടേർഡ് ഇൻ മൈ ഷെയ്ഡ്. സോ മരത്തെ പോലെ തന്നെ ഞാനും എന്താണ്, ഔട്ട്ഡോഴ്സിലോട്ട് എന്താണ്, തെന്നി മാറുകയാണ്. പീപ്പിൾ എന്താണ്, എന്നെ ഫ്രീലി എന്താണ്, എന്നെ സ്വതന്ത്രമായി എൻ്റെ ഒരു ഷെയ്ഡിൽ എന്താണ്, അഭയം പ്രാപിക്കുകയാണ്. സോ ദ ഇമേജസ് ടോൺ മീ അറ്റ് വിൽ. സോ ഈ പ്രായപൂർത്തിയാകാത്ത ഈ കുട്ടികൾ എന്താണ്, എനിക്ക് നേരെ കല്ലെറിഞ്ഞിട്ടുണ്ട്. സോ ദ ലവേഴ്സ് കൗഡ് ദെയർ സിഗ്നേച്ചർ ഇൻ ടു ദ ബാർക്ക് ഓഫ് മൈ ഫ്രെയിം. അതേഴ്സ് യൂസ്ഡ് മീ ആസ് എ കവർ ടു മീറ്റ് ദർ മുൻഡെയിൻ നീഡ്സ്. സോ ഈ ഒരു ലവേഴ്സൊക്കെ എന്താണ്, അവരുടെ നെയിംസ് എന്താണ് കാവ് ചെയ്തു. പണ്ടൊക്കെ കാണാറുണ്ട് എൻ ലവ് വി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ, മെയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഫ്രെയിമായിട്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ടല്ലോ. സോ ഇതുപോലെ തന്നെ ലവേഴ്സ് എന്താണ്, അവരുടെ നെയിംസ് എൻ്റെ ഒരു ബോഡിയിൽ എന്താ കാവ് ചെയ്തു അല്ലേ. ആൻഡ് മറ്റുള്ളവരെന്താണ്, അവരുടേതായിട്ടുള്ള മുണ്ടി നീഡ്സ് മീറ്റപ്പ് ചെയ്യാൻ വേണ്ടി എന്നെ ഒരു കവറായിട്ട് അവർക്കൊരു മറ എന്ന രീതിയിൽ അവർ യൂസ് ചെയ്തു. ദ സീസൺ ഹാവ് സ്വെറ്റ് past me, rains showered to give me bath, winds played with my locks, leaves too were torn apart, at times water oozed in saline drip from my wounded shoots. I regret no season, because over and over again have I researched, never did I know when the fall hit me, and when I regained the green anew afresh. സോ ഇവിടെ എന്ന് പറയുന്ന ഒരു ആ സീസണാണ്, ആ ഒരു കൈൻഡ് ഓഫ് മഴ പെയ്യുന്നുണ്ട്, അതേപോലെ അതിനുണ്ടാകുന്ന ആ ചേഞ്ചസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. സോ ഹി നരേറ്റ് ഹൗ ഹി ഹാസ് എക്സ്പീരിയൻസ്ഡ് റെയിൻസ്, വിൻഡ്സ്,
സീസൺസ്. സോ ഇവിടെ പറയുന്നത് എങ്ങനെയാണ് ഒരു ട്രീ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഈ ഒരു ട്രീ റെയിൻ ആയാലും വിൻഡ് ആയാലും അതേപോലെ ഈ സീസണും എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നത്. മെറ്റഫോറിക്കലി ഹീ ഈസ് സ്പീക്കിംഗ് അബൌട്ട് ദ ട്രാജഡീസ് ആൻഡ് അതർ കൈൻഡ്സ് ഓഫ് ഹാപ്പനിങ്സ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ട്രീൻ്റെ ഒരു കണ്ടീഷന് നമ്മൾ ഹ്യൂമനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ട്രാജഡി അതേപോലെ അതർ കൈൻഡ്സ് ഓഫ് ഹാപ്പനിങ്സിനെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ലൈഫ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഹാപ്പിനെസ് മാത്രമായിരിക്കില്ല, അതിൽ സാഡ്നെസ് ഉണ്ടാകും. സോ ഇതൊക്കെ കൂടി ചേരുമ്പോഴാണ് ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മാറുള്ളൂ. And now with my spring bloom, I wish to go somewhere else. It has been too long a stay here. Now it's time to move on. So ഇപ്പോൾ എന്ന് പറയുന്നത് he has felt always fresh new അല്ലേ, അദ്ദേഹത്തിന് ഒരു കൈൻഡ് ഓഫ് ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു പുതിയത്, ഒരു നമ്മളെപ്പോഴും ഒരേ കൈൻഡ് ഓഫ് വേയിൽ പോവുക നമുക്കത് ബോറടിക്കും. സോ സംതിങ് ന്യൂ, നമുക്ക് കുറച്ചുകൂടി വാട്ട് നെക്സ്റ്റ് വാട്ട് ന്യൂ, നമുക്ക് കുറച്ചുകൂടി ന്യൂ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ക്രിയേറ്റീവായി ചിന്തിക്കാൻ തോന്നും അല്ലേ. നൗ ഹി വാണ്ട്സ് ടു മൂവ്, ദ സ്റ്റേയിങ് ഈസ് ടു ലോങ്. സോ ഇവിടെ നിന്നിട്ട് ഒരുപാടായില്ലേ. സോ ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടത്, ഈ ഒരു ട്രീക്ക് വേണ്ടത് ഒന്നുകൂടി മൂവ് ചെയ്യണം, ഇവിടെ നിന്ന് കുറച്ച് മാറി നിൽക്കണം എന്ന രീതിയിൽ തോന്നുകയാണ്. സോ ഈ ഒരു കാര്യമാണ് ഈ ഒരു ഫസ്റ്റ് സെക്ഷനിൽ പറയുന്നത് കേട്ടോ. സോ ഇവിടെ എന്ന് പറയുന്നത് പോയിറ്റിനെ തന്നെയാണ് ഈ ഒരു ട്രീയിലൂടെ റെപ്രസെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആൻഡ് ഇവിടെ പോയിറ്റിൻ്റെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുമ്പോൾ ഒന്ന് മാറി ചിന്തിക്കാൻ തോന്നുന്നുണ്ട്. ലാസ്റ്റ് സെക്ഷൻ്റെ ലാസ്റ്റ് ഭാഗത്തെത്തുമ്പോൾ പോയിറ്റിനെ കുറച്ച് മൂവ് ഓൺ ചെയ്യാൻ തോന്നുന്നുണ്ട്. ഐ ആം നോ കൾപ്പബ്രിക് തോ സം വിഷസ് ഐ ഡിഡ് ഗ്രാൻഡ് ഐ ഓഫേർഡ് ഷാഡ് ടു ദ സൺ ഷ്രിവൽഡ് ദ എവർഗ്രീൻ ഫ്രൂട്ട്സ് ഹാവ് ഐ ബീൻ ബിയറിംഗ് whoever had the nerve picked them and went away. സോ ഞാനൊരു കൽപ്പബ്രിക്കല്ല, ഞാൻ ചില ആളുകളുടെ വിഷസ് ഞാൻ ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ചുട്ടുപൊള്ളുന്ന ഈ ഒരു സൂര്യനിൽ നിന്ന് ഞാൻ ചില ആളുകൾക്ക് തണൽ നൽകിയിട്ടുണ്ട്. പക്ഷേ പീപ്പിളിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യം കഴിഞ്ഞാൽ എന്താണ് അവർ ഒഴിവാക്കും. ആൻഡ് ആൾസോ ആഫ്റ്റർ പിക്കിംഗ് ദ ഫ്രൂട്ട്സ്, ആ ഒരു ഫ്രൂട്ട്സ് അവർ പിക്ക് ചെയ്തതിന് ശേഷം അവരെന്താണ് ലീവ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത്. ദ ഫ്രാഗ്രൻസ് ഓഫ് ദോസ് ഹു ഡ്രിഫ്റ്റഡ് ഹാസ് ബീൻ റീച്ചിങ് me. Never have I called back the departed. His fragrance lingers till his fame continued trickling. സോ എന്നെ വിട്ടുപോയ ആളുകളുടെ ആ ഒരു ഫ്രാഗ്രൻസ്, ആ ഒരു സ്മെല്ല് എന്നിലേക്ക് തന്നെ വന്നുകൊണ്ട് എന്നിൽ നിന്ന് ഒഴുകിപ്പോയവരുടെ ആ ഒരു സ്മെല്ല് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ പിരിഞ്ഞു പോയവരെ ഞാൻ ഒരിക്കലും തിരിച്ചു വിളിച്ചിട്ടില്ല. ആൻഡ് അവരുടെ ആ ഒരു സുഗന്ധം അവരുടെ ആ ഒരു ഫെയിമിൽ എന്താണ് ചേർന്നുകൊണ്ടേയിരിക്കും എന്ന രീതിയിലാണ് പറയുന്നത്. Never did I need to doubt. The world has no dearth of the sun shriveled. The fruit pickers made daily trips. He who earns his bread from the depth of the soil never knows want. സോ എനിക്ക് ഒരിക്കലും മറ്റുള്ളവരെ മയക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ഈ ഒരു സൂര്യപ്രകാശത്തിൽ, ലോകത്തിന് സൂര്യപ്രകാശത്തിൽ ക്ഷാമമില്ല. ആൻഡ് പഴം പറിക്കുന്നവർ ദിവസേന എന്താണ് ഡെയിലി ട്രിപ്പ് നടത്തുന്നുണ്ട്. അവർ എവിടെ നിന്നാണ് അവർ സമ്പാദിക്കുന്നത്? ഈ ഒരു സോയിലിൻ്റെ ഡെപ്തിൽ നിന്ന്, മണ്ണിൻ്റെ ആഴങ്ങളിൽ നിന്നാണ് അവർ സമ്പാദിക്കുന്നത്. അവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല, ഇത് ആവശ്യമില്ലെന്ന കാര്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റാൻസയിലോട്ട് മൂവ് ഓൺ ചെയ്യാം. ദ സോയിൽ മേ പാർച്ച് ഇൻ ടു ഫിഷസ്. സോ മണ്ണ് വിള്ളലുകളായിട്ട് എന്താണ് ഉണങ്ങിപ്പോകും. ബട്ട് ദ റിവേഴ്സ് സ്വെൽ ആൻഡ് സ്വിങ് വിത്തിൻ ദ മദേഴ്സ് ട്രഷേഴ്സ് നെവർ ഷ്രിങ്ക്. സോ പക്ഷേ നദികൾ എന്താണ് കരകവിഞ്ഞൊഴുകും. അമ്മയുടെ ആ ഒരു കൈൻഡ് ഓഫ് നിധി ഒരിക്കലും എന്താണ് നെവർ ഷ്രിങ്ക് ദ സൺ ആൻഡ് ഐ വുഡ് അവേക്കൺ ടുഗദർ. സോ ഈ ഒരു മദേഴ്സ് ട്രഷർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സൂര്യനെ എന്താണ് ചുരുക്കുന്നില്ല, അത് ഷ്രിങ്ക് ചെയ്യുന്നില്ല. ആൻഡ് ഐ വുഡ് അവേക്കൺ ടുഗദർ, ഞാനും എന്താണ് ഒരുമിച്ച് എന്താണ് ഉണർത്തുന്നുണ്ട്. ദ സ്പാരോസ് ചിർപ്പിംഗ് വിത്തിൻ മൈ ഹെഡ്. ആൻഡ് എൻ്റെ തലയിൽ കുരുവികൾ എന്താണ് മുഴങ്ങുന്നുണ്ട്, അവർ ചിർപ്പ് ചെയ്യുന്നുണ്ട്. ദ വിസ്ഡം ഓഫ് സേജസ് ഫ്രം ഫാർ ആൻഡ് നിയർ റീച്ച്ഡ് മീ ത്രൂ ദെയർ ബീക്സ്. സോ ഒരുപാട് ദൂരത്തുള്ള ആ ഒരു വിസ്ഡം ഓഫ് സേജസ് എന്താണ് എന്നിലെത്തിച്ചേരുന്നുണ്ട്, ഇവരുടെ കൊക്കുകളിലൂടെ എന്നിലെത്തിച്ചേരുന്നുണ്ടെന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത്. The pages of scriptures fluttering in the air would perch on my leaves. The songs of the sparrows waving into my tresses became my way of life. ഈ ഒരു ലൈൻസിൽ പറയുന്നത് he has the wisdom of scripture. സ്ക്രിപ്ചർ എന്ന് പറയുന്നത് നമ്മൾ ആ കൈൻഡ് ഓഫ് വിസ്ഡം, ഒരു കൈൻഡ് ഓഫ് വേദഗ്രന്ഥം എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. ആൻഡ് സ്പാരോസ് സിങ്സ് ഓൺ ഹിസ് ബ്രാഞ്ചസ്. ഇവിടെ സ്പാരോസ് എന്താണ് ആ ഒരു ട്രീൻ്റെ ബ്രാഞ്ചസിൽ ഇരുന്നിട്ട് പാട്ട് പാടുന്നുണ്ട്. സോ ദിസ് ഈസ് ഹിസ് വേ ഓഫ് ലൈഫ്. ഇതാണ് ഒരു ട്രീൻ്റെ ഒരു കൈൻഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്.
പറയുന്നത്. ആൻഡ് ഹീ ഈസ് സച്ച് എ ട്രീ വിച്ച് ഈസ് ഫ്രീ ഫ്രം ബോണ്ടേജ്. സോ ദിസ് വേ ഈസ് നോട്ട് കാൽക്കുലേറ്റിംഗ്. സോ ഒരു ബോണ്ടേജിൽ നിന്ന് ഫ്രീ ആണ് ഇവിടെ ട്രീ എന്ന് പറയുന്നത്. നമുക്കൊരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ഇവിടെ എന്ന് പറയുന്നത് ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മുടെ ബേർഡ്സ് ഒക്കെ വന്നിട്ട് എന്താണ് ഫുഡ്, ഇവിടെ ഒരു ഫ്രൂട്ട് കഴിക്കുന്നുണ്ട്. സോ ഒരു കൈൻഡ് ഓഫ് ഒരു മദർ ഫീലിംഗ് ആണ് ഇവിടെ ട്രീന് തോന്നുന്നത്. സ്വന്തം മക്കൾ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത് പോലെയൊക്കെ ഈ ഒരു ട്രീന് തോന്നുന്നുണ്ട്. കൂടാതെ മറ്റുള്ളവർക്ക് തണൽ കൂടി നമ്മുടെ ട്രീ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോയത്തിൻ്റെ ഫസ്റ്റ് സെക്ഷനിൽ പറയുന്നുണ്ട്, ഞാൻ എന്താണ് ഒരു ട്രീ സംസാരിക്കുന്ന രീതിയിലാണ് പറയുന്നത് അല്ലേ, ഞാൻ ഈ വീടിൻ്റെ ഉള്ളിലാണ് ഞാൻ നടക്കാറുള്ളത്, എനിക്ക് എന്താണ് എനിക്ക് സ്വന്തം സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ടെന്ന രീതിയിലാണ് ഫസ്റ്റ് സെക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഞാൻ ഒരിക്കലും കൽപ്പവൃക്കല്ല, ഞാൻ ഒരാളുടെ ചില ആളുകളുടെ വിഷയം ഞാൻ എന്താ സാധിച്ചു കൊടുത്തിട്ടുണ്ടെന്ന രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ പല ആളുകളും ആവശ്യം കഴിഞ്ഞതിന് ശേഷം എന്താണ് എന്നെ ഒഴിവാക്കി പോയതാണെന്ന രീതിയിലാണ് സെക്കൻഡ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് 2 സെക്ഷനാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് 2 സെക്ഷൻസ് നെക്സ്റ്റ് വീഡിയോ എന്ന രീതിയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 2 സെക്ഷനിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പോയം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.